നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 56ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളതാകണമെന്നും മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ വിജയികളെ കാത്തിരിക്കുന്നത് 530ഓളം ട്രോഫികൾ. മേളയിലെ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്കുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് ഇത്തവണ ട്രോഫികളിൽ തന്നെ പ്രധാന ആകർഷണം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തോടനുബന്ധിച്ചുള്ള മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയായ സെയിന്റ് ജോസഫ് എച്ച്.എസ്.എസ് അങ്കണത്തിലാണ് മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. എംഎൽഎമാരായ എച്ച് സലാം, പി ചിത്തരഞ്ജൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എച്ച് സലാം എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. 1.5 രൂപ ചെലവിലാണ് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിന് അനുവദിച്ചത്. വാർത്തകൾ വിശദമായി. 56ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളതാകണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളതാവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. 56ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അശാസ്ത്രീയതയും മേൽക്കൈയുണ്ടാക്കാൻ ചില ശക്തികളും ഇണങ്ങി പരിശോധിക്കുന്ന ഇക്കാലം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 പ്രകാരം ശാസ്ത്രാവബോധം വളർത്തുക എന്നത് രാജ്യത്തെ പൗരന്മാരുടെ കടമയാണ്. എന്നാൽ സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല പലപ്പോഴും ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാനായി ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അശാസ്ത്രീയതയ്ക്കും മേൽക്കൈ ഉണ്ടാക്കാൻ ചില ശക്തികൾ കിടഞ്ഞു പരിശ്രമിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A പ്രകാരം ശാസ്ത്രാവബോധം വളർത്തുക എന്നത് രാജ്യത്തെ പൗരന്മാരുടെ കടമയാണ്. എന്നാൽ സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്ന രീതിയിലല്ല പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാനായി ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ തന്നെ ശ്രമിക്കുന്നു. ഈ ശ്രമങ്ങൾക്ക് നമ്മുടെ ശാസ്ത്ര സ്ഥാപനങ്ങളെ പോലും തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ സജി ചെറിയാൻ, പി പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി. എംഎൽഎമാരായ പി ചിത്തരഞ്ജൻ, എച്ച് സലാം, തോമസ് കെ തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ R വിനീത, പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K ജീവൻ ബാബു, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, SCRT ഡയറക്ടർ RK ജയപ്രകാശ്, കൈറ്റ് CEO K അൻവർ സാദത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ വിജയികളെ കാത്തിരിക്കുന്നത് 530ഓളം ട്രോഫികൾ. മേളയിലെ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്കുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് ഇത്തവണ ട്രോഫികളിൽ തന്നെ പ്രധാന ആകർഷണം. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ടീമുകൾക്കുള്ള 78ഓളം ട്രോഫികളും 452ഓളം വ്യക്തിഗത ട്രോഫികളടക്കം 530ഓളം ട്രോഫികളാണ് ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ വിജയികളെ കാത്തിരിക്കുന്നത്. 530ഓളം ട്രോഫികൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ട്രോഫികളിലെ താരം ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്ക് നൽകുന്ന എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി തന്നെ. ഈ വർഷം മുതലാണ് ഇത്തരത്തിലൊരു ട്രോഫി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കറ്റാനം പോപ്പയസ് HSSലെ വിദ്യാർത്ഥിയായ അനന്തു S ആചാര്യയാണ്
ഓവറോൾ ചാമ്പ്യന്മാർക്ക് നൽകാനുള്ള വേറിട്ട ട്രോഫി നിർമ്മിച്ചത്. തേക്കിൻ തടിയും പിച്ചളയും സമ്മിശ്രമായി ഉപയോഗിച്ച് 2 അടി ഉയരത്തിൽ നിർമ്മിച്ച പ്രധാന ട്രോഫിക്ക് 5 കിലോയോളമാണ് ഭാരം. ആലപ്പുഴയുടെ തനിമ വിളിച്ചോതുന്ന ചുണ്ടൻ വള്ളവും വിളക്കുമാടവും പുരവഞ്ചിയും കേരവൃക്ഷവുമെല്ലാം തന്നെ ഒറ്റ ക്യാൻവാസിൽ തീർത്തിരിക്കുന്ന വിസ്മയ കാഴ്ചയിൽ കലോത്സവ ലോഗോ കുരുന്നുകൾ വാനോളം ഉയർത്തി നിൽക്കുന്നതും എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫിയെ വേറിട്ടതാക്കുന്നുണ്ട്. ശാസ്ത്രമേളയ്ക്ക് 76, സാമൂഹിക ശാസ്ത്രമേളയ്ക്ക് 39, ഗണിതശാസ്ത്രമേളയ്ക്ക് 58, പ്രവൃത്തി പരിചയമേളയ്ക്ക് 136, IT മേളയ്ക്ക് 32, വൊക്കേഷണൽ എക്സ്പോയ്ക്ക് 8, ഭിന്നശേഷി കുട്ടികളുടെ പ്രവൃത്തി പരിചയമേളയ്ക്ക് 112 എന്നിങ്ങനെയാണ് വ്യക്തിഗത ട്രോഫികൾ സമ്മാനിക്കുന്നത്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ജില്ലയ്ക്കുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് പുറമെ 2ഉം 3ഉം സ്ഥാനത്തെത്തുന്ന ജില്ലയ്ക്കും 1ഉം 2ഉം 3ഉം സ്ഥാനത്തെത്തുന്ന മികച്ച സ്കൂളുകൾക്കും ഉപജില്ലകൾക്കും സമ്മാനം നൽകുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തോടനുബന്ധിച്ചുള്ള മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയായ സെയിന്റ് ജോസഫ്സ് HSS അങ്കണത്തിലാണ് മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയായ സെയിന്റ് ജോസഫ്സ് HSSൽ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ DYSP MR മധുബാബു മീഡിയ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ, കൺവീനർ T ഫൈസൽ, കമ്മിറ്റി അംഗങ്ങൾ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ശാസ്ത്രോത്സവം സംബന്ധിച്ച മികച്ച കവറേജിന് ദൃശ്യ അച്ചടി മാധ്യമ വിഭാഗങ്ങളിൽ പുരസ്കാരം നൽകുമെന്നും അധികൃതർ പറഞ്ഞു. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ H. സലാം, PP ചിത്രരഞ്ജൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നവംബർ 15 മുതൽ 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം പ്രധാന വേദിയായ സെയിന്റ് ജോസഫ്സ് HSSൽ സംഘാടക സമിതി ചെയർമാനും ഫിഷറീസ് സാംസ്കാരിക യുവജനക്ഷേമകാര്യ വകുപ്പ് മന്ത്രിയുമായ സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H. സലാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TS താഹ, R റിയാസ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, വിവിധ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. H. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. H. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ലാപ്ടോപ്പുകളും പ്രൊജക്ടറും ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിനാണ് 1.5 ലക്ഷം രൂപ ചെലവിൽ ലാപ്ടോപ്പുകളും പ്രൊജക്ടറും നൽകിയത്. H. സലാം MLA ഉപകരണങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, സ്ഥിരം സമിതി അധ്യക്ഷൻ NK ബിജുമോൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് K. മല്ലിക, SMC ചെയർമാൻ S. രതീഷ്, അധ്യാപകരായ നിയാസ്, NK രാജി, S. തസ്ലീമ, S. മുഹസിൻ, MC അംഗങ്ങളായ VK ബൈജു, MM അഹമ്മദ് കബീർ, MPTA പ്രസിഡന്റ് മുനീറ, R. രാജിമോൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 56ാമത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെയും വൊക്കേഷണൽ എക്സ്പോയുടെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ശോഭനമായ ഭാവിക്കൊപ്പം ലോകത്തിന്റെ ഹരിതഭാവി കൂടി ലക്ഷ്യം വെച്ചുള്ളതാകണമെന്നും മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ വിജയികളെ കാത്തിരിക്കുന്നത് 530ഓളം ട്രോഫികൾ. മേളയിലെ ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലയ്ക്കുള്ള എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫിയാണ് ഇത്തവണ ട്രോഫികളിൽ തന്നെ പ്രധാന ആകർഷണം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തോടനുബന്ധിച്ചുള്ള മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദിയായ സെയിന്റ് ജോസഫ്സ് HSS അങ്കണത്തിലാണ് മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ മാസം 18 വരെ ആലപ്പുഴയിൽ നടക്കുന്ന കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ വേദികളുടെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. MLA-മാരായ H. സലാം, PP ചിത്തരഞ്ജൻ, മറ്റ് ജനപ്രതിനിധികൾ, സംഘടനാ നേതാക്കൾ, അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. H. സലാം MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലാപ്ടോപ്പുകളുടെയും പ്രൊജക്ടറിന്റെയും പ്രവർത്തന ഉദ്ഘാടനം നടത്തി. 1.5 രൂപ ചെലവിലാണ് ലാപ്ടോപ്പുകളും പ്രൊജക്ടറും പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിന് അനുവദിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.